ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് റീമേക്ക് കമ്പാരിസണാണ്. എന്തെന്ന് വെച്ചാൽ തെറി വേഴ്സസ് ഇറ്റ്സ് റീമേക്ക് എന്ന വീഡിയോയാണ് ഓർ മാച്ച്. റീമേക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. വേറെ ഏതൊരു ബേബി ജോണാണ്, വരുൺ ധാവൻ്റെ പടം. അപ്പോൾ മീൻസ് തെറി എന്ന് പറയുന്നത് വിജയൻ്റെ പടമാണത് പറയാതെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തിലോട്ട് എന്നാൽ വീഡിയോ തുടങ്ങാം. അപ്പോൾ വെൽക്കം ടു തെറി വേഴ്സസ് ഇറ്റ്സ് റീമേക്ക് കമ്പാരിസൺ ഓർ മാച്ച്. പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ഓഫ് ദിസ് ഇയർ. അപ്പോൾ ആരംഭിക്കലാമാ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഹീറോ പെർഫോമൻസ്. മീൻസ് തെറി എന്ന സിനിമയിൽ നായകനായിട്ട് വന്നത് വിജയും, ഞാൻ പറഞ്ഞില്ലേ ബേബി ജോൺ സിനിമയിൽ നായകനായിട്ട് വന്നത് വരുൺ ധാവനുമാണ്. പടത്തിൽ രണ്ട് പടത്തിലെയും ഹീറോ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ വിജയ് ഈസ് സൂപ്പർബ് ദാൻ വരുൺ ധാവൻ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ വരുൺ ധാവൻ ശ്രമിച്ചിട്ടുണ്ട്, അടുത്തെത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. പക്ഷെ നൈസായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വിജയ് ഈസ് സൂപ്പർ ദാൻ വരുൺ ധാവൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക, അല്ലെങ്കിൽ പോസ്റ്റ് ഇടുമല്ലോ അതിൽ കമൻ്റായിട്ട് പറയുക. പിന്നെ പറയാനുള്ളത് മലയാളി ക്യാരക്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സ്കൂളിൽ മലയാളം പറയേണ്ട ടീച്ചർ, സെക്കൻഡ് ഹീറോയിൻ്റെ കാര്യമാണ് പറയണത്. തെറിയിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിച്ചത് ആമി ജാക്സണാണ്. ബേബി ജോണിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിച്ചത് വാമിക ഗാബിയാണ്. തെറിയിൽ ആമി ജാക്സണെ കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹീറോയിൻ അങ്ങനെയൊക്കെയാണ് തമിഴിൽ നമ്മൾ കാണുന്ന ടൈപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ റീമേക്കിൽ തിരിച്ചാണ്. മീൻസ് ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് വരെ ഒരു സിമ്പിളായിട്ട് കാണിച്ചിട്ട് പിന്നെ ഇൻ്റർവെൽ ആവാറാകുമ്പോൾ ആളിങ്ങനെയാണ് ഒരു ടെസ്റ്റ് കൊണ്ടുവന്ന് ഇയാൾ സിമ്പിളല്ല, ഇത് ഹിന്ദിയിൽ കാണുന്ന ടൈപ്പല്ല അവർ വെച്ചിരിക്കുന്നത് എന്നുള്ളതിലോട്ട് വെച്ചിട്ടുണ്ട്. അത് വർക്കായിട്ടും ഉണ്ടായിരുന്നു എനിക്ക്. ഞാനത് അതിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്തിലോട്ട്. പക്ഷെ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ തെറിയിൽ ആമി ജാക്സൻ്റെ ക്യാരക്ടറും ആണ് ബേബി ജോൺ ചെയ്തിരിക്കണമെന്ന് വാമിക ഗാബി ചെയ്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വാമിക ഗാബിയുടെ റോളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മീൻസ് എനിക്ക് തെറി സിനിമയിൽ ആമി ജാക്സൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിരുന്നു, സത്യമാണ്. പക്ഷെ അത് കുറച്ച് ചില സീൻ പറയാൻ പറ്റണില്ല. മീൻസ് അതിലെക്കാട്ടും അത് സിമ്പിളായിട്ട് കാണിച്ചെന്തിനാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. മീൻസ് അതേപോലത്തെ ഒരു വിജിലാൻഡ് പടത്തിൽ സെക്കൻഡ് ഹീറോയിനെയും കൂടി ഒരു പ്രധാനമായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രം സെക്കൻഡ് ഹീറോയിൻ എന്നൊക്കെ പറയുമ്പോൾ മീൻസ് ആമി ജാക്സൺ അങ്ങനത്തെ റോള് ചെയ്യുള്ളൂ, അതറിയാം. എന്നാലും ഒന്നും പറയാനില്ല. പക്ഷെ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വാമിക ഗാബിയുടെ ക്യാരക്ടർ നൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തെറി 1 ബേബി ജോൺ 1. അപ്പോൾ തേർഡ് റൗണ്ട് മെയിൻ ഹീറോയിൻസ് പെർഫോമൻസ്. മീൻസ് തെറി സിനിമയിൽ നായികയായിട്ട് വന്ന സമന്തയാണ്. ബേബി ജോണിൽ നായികയായിട്ട് വന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, കീർത്തി സുരേഷാണ്. മീൻസ് രണ്ടിലും ഒരേപോലെ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്, മീൻസ് പെർഫോമൻസസ് വൈസ്. പക്ഷെ രണ്ടും കൂടി നല്ലതായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. രണ്ടോട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സമന്തയാണ് കുറച്ചുകൂടി നല്ലതായിട്ട് അഭിനയിച്ചിരിക്കണമെന്നാണ്. മീൻസ് കാരണം കീർത്തി സുരേഷ് കീർത്തി സുരേഷ് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ് എനിക്ക് സമന്തയുടെ അത്രയൊന്നും അഭിനയിക്കാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ അടുത്ത് എനിക്ക് പറ്റുന്ന എന്താണോ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം അവനും വിജയൻ്റെ അത്രയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിൻ്റെ അത്രയും പറ്റാൻ ചാൻസ് ഇല്ല, എന്നാലും ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്.
അതുപോലെ ഇതിൽ ശ്രമിച്ച്, പക്ഷെ നൈസായിരുന്നു, പക്ഷെ സമന്തയുടെ അത്രയില്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സമന്തയാണ് മീൻസ് ആണ് വിന്നർ, മീൻസ് തെറിയിലെ ഹീറോയിനാണ് ഈ കാര്യത്തിൽ ഈ റൗണ്ടിൽ വിന്നർ. അതുകൊണ്ട് 32 ബേബി ജോൺ 1. ഇനി അടുത്തത് ട്രാൻസ്ഫോർമേഷൻ സീൻ ഓഫ് ഹീറോ. നമുക്കറിയാം ഇപ്പോൾ തെറി സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ, മീൻസ് ആ പടം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതിൽ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട്. അത് വിജയിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനാണ്. മീൻസ് അത്രയും നേരം അങ്ങനെ പാവം, ഞാൻ പാവമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡായിട്ട് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ അന്ന് ഇന്നും മറക്കാൻ പറ്റുക. ഇതിലുണ്ട് ബേബി ജോണിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ ശ്രമിച്ച്, പക്ഷെ വിജയൻ്റെ അത്ര ഇല്ലായിരുന്നെങ്കിലും കൊള്ളായിരുന്നു എന്ന് പറയാനുള്ള. മീൻസ് റീമേക്ക് എന്ന വിധത്തിൽ നോക്കുമ്പോൾ നല്ലതായിട്ടുണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വിജയൻ്റെ ട്രാൻസ്ഫോർമേഷൻ സീൻ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തെന്ന് ഒന്ന് പറയുക. പിന്നെ ഇനി 5th റൗണ്ട് റീ ഇൻട്രോ. ഒന്നല്ലടെ അവൻ്റെ സംഭവം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, തെറി സിനിമയിൽ അങ്ങേട്ട റീ ഇൻട്രോ എന്ന് പറഞ്ഞൊരു സംഭവം കാണിച്ചിട്ട്, മീൻസ് അങ്ങേര് ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മറ്റേ ഡോർ തുറക്കുമ്പോൾ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് പോലീസ് സെറ്റപ്പിൽ എൻ്റെ പൊന്നോ, അത് വേറെ ലെവൽ സാധനമാണ് എൻ്റെ പൊന്നെണ്ണ. എന്നിട്ട് അങ്ങനെ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ വണ്ടർ വാട്ട് യു ആർ എന്നുള്ള പോയൊക്കെ പറയും. അപ്പോൾ അത് തെറ്റിച്ചോറാണ് മാർക്കൊക്കെ അടിച്ചിട്ട് വന്ന് അവിടെ പുറത്തൊക്കെ ഇറക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിലും നൈസായിരുന്നു, റീമേക്കിലും നൈസായിരുന്നു. പക്ഷെ അതിൽ മറ്റേ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഐ വണ്ടർ വാട്ട് യു ആർ ഡയമണ്ട് ഇൻ ദ സ്കൈ അന്നാകുമ്പോൾ ഇങ്ങനെ കാണിക്കും, താഴോട്ടാക്കും കൈ, അങ്ങനത്തെ സംഭവം ഉണ്ട്. പക്ഷെ രണ്ടിലും നൈസായിരുന്നുണ്ട് ആ സീൻ. പക്ഷെ എനിക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് തെറിയിലെ ആ സീൻ തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ്. അതുകൊണ്ട് തെറി 3 ബേബി ജോൺ 1. ഇനി അടുത്തത് വില്ലൻ്റെ മോനെ കൊല്ലണ സീൻ. മീൻസ് നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ തെറിയിൽ വില്ലൻ്റെ മോനെ കൊന്നിട്ട്, മീൻസ് വില്ലൻ്റെ മോനെ എന്തായാലും കൊല്ലണമെന്ന് ഞാൻ പറയാം. എന്നാൽ വില്ലൻ്റെ മോനെ കൊല്ലണം, ഒരു കംപ്ലയിൻ്റ് ഇട്ട് ആ കംപ്ലയിൻ്റ് അനുസരിച്ച് അത് അന്വേഷിക്കുമ്പോൾ ആ കൊച്ച് മരിക്കും. എന്നിട്ട് അത് അയാൾക്ക് ആ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ആ കൊച്ചിനെ കൊന്നത് വില്ലൻ്റെ മോനായിരിക്കും. അപ്പോൾ ഇവന് ദേഷ്യം കയറിയിട്ട് അങ്ങ് കൊന്നിട്ട് അവൻ മറ്റേ പാലത്തിൻ്റെ തൂണിൻ്റെ അവിടെ തൂക്കിടും കൊന്നിട്ട്. അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു സീൻ ഇതിലും, പക്ഷേ ഇതിൽ ഇച്ചിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതിൽ അത് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ അവനെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലും. എന്നിട്ട് ഒരു വൈക്കോലിൻ്റെ അവിടെ ഇടും. അപ്പോൾ ഈ രാജ്പാൽ യാദവ് ഇങ്ങനെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാർ, അവനെന്തായാലും കൊല്ലണം സാറേ എന്താ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മീൻസ് അവൻ ഈ വീഡിയോ ഒന്ന് അങ്ങോട്ട് എടുത്തിറങ്ങി അപ്പോൾ അപ്പോൾ വൈക്കോലിൽ നിന്ന് കത്തണം. അപ്പോൾ ആരിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരണം കണ്ടിട്ട് രാജ്പാൽ അത് അണ്ണാ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ രക്ഷിക്കേണ്ട ഒറ്റ ചവിട്ട് കിട്ടിയപ്പോൾ മറ്റേ ഒരു തുണി ഇട്ടിട്ടുണ്ടോ, അത് എടുത്ത് ഊരുമ്പോൾ ഏത് വില്ലൻ്റെ മോനല്ലേ അതൊന്നും നോക്കണ്ട, രക്ഷിക്കണില്ല. മീൻസ് രണ്ടിലും ഞാൻ പറഞ്ഞ ഡിഫറൻസസ് ഉണ്ട്. റീമേക്ക് എന്ന വിധത്തിൽ നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് വരുന്നത് സ്വാഭാവികമാണ്, എനിക്കറിയാം. എന്നാലും രണ്ട് സീൻ വെച്ച് നോക്കുമ്പോൾ രണ്ട് സീനും നല്ലതായിട്ടാണ് എടുത്തിരിക്കണം. പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് തെറിയിലെ സീൻ തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി അടുത്തത് ഇൻട്രവൽ സീനിൽ മറ്റേ വില്ലൻ വന്നിട്ട് മീൻസ് തെറിയുടെ കാര്യമായിട്ട് പറയണം. തെറിയിൽ വില്ലൻ വന്നിട്ട് ചോദിക്കും ആരായിരിക്കും എൻ്റെ മോനെ വന്നിട്ടുണ്ടാവുക.
അപ്പോൾ ചിലപ്പോൾ അപ്പോൾ വിജയ് പറയും ചിലപ്പോൾ ജനങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ആരെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ ഞാനായിരിക്കാം ഈ പറയണം, മീൻസ് ഞാൻ എന്നാ പറയുന്നത് വിജയ് കുമാർ IPS ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സാഗോടെ ഇറങ്ങി ഒരു പോകുന്നൊരു സീനിലൂടെയാണ് അത് ഇൻ്റർമിഷൻ വരുന്നത്. അതുപോലെ ഇതിലും അങ്ങനെ തന്നെയാണ് വച്ചിരിക്കണത്, ഒരു ഡിഫറൻസും ഇല്ല. അത് നിങ്ങൾക്ക് വല്ല ഡിഫറൻസ് തോന്നിയെങ്കിൽ എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തെറിയില്ല ഇന്ദ്രജിത് സിന്ധുവിനെയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തെറി ഇഷ്ടമല്ലാത്തമാർ ആരെങ്കിലും ഇത് കേൾക്കണമെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ഞാൻ വീണ്ടും പറയണം. പിന്നെ പറയാനുള്ളത് വില്ലൻ പെർഫോമൻസ് ആണ് അടുത്ത റൗണ്ട്. ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തെറിയുടെ വില്ലൻ എന്ന് പറയണത് മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ആ വില്ലൻ ക്യാരക്ടർ ചെയ്തിരുന്നത്. ബേബി ജോണിലാണെങ്കിൽ നമ്മുടെ ഹിന്ദിയിൽ മെയിൻ വില്ലനായിട്ട് അഭിനയിക്കണത് നമുക്കറിയാമല്ലോ. ചിലപ്പോൾ സുനിൽ ഷെട്ടി ആയിരിക്കും, ഇല്ലെങ്കിൽ വല്ല ജാക്കി ഷ്രോഫ് ആയിരിക്കും. അതുപോലെ എല്ലായ്പ്പോഴും കൂടിപ്പോയ ചില സമയങ്ങളൊക്കെ അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ ജാക്കി ഷ്രോഫാണ്. പണ്ട് കാലത്ത് സുനിൽ ഷെട്ടി ആയിരുന്നു വില്ലന് വരണം എന്നും പറഞ്ഞിട്ട് വരികയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ മേഘോൻ്റെ സിനിമ കണ്ടാൽ മതി, മനസ്സിലാക്കും അങ്ങനത്തെ വില്ലത്തരം. മീൻസ് ആ പടം നൈസായിരുന്നു, ആ പടത്തിൽ വില്ലന് നൈസായിരുന്നു, അത് വേറെ കാര്യം. ഇതിൽ രണ്ടുപേരുടെ പെർഫോമൻസസ് എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, മീൻസ് നമുക്ക് തെറി സിനിമയിൽ വില്ലനാവാൻ ക്രൂരനാവാൻ കാരണം മോനെ വിജയ് കൊന്നുകൊണ്ടാണ് അയാൾ കൂടുതൽ ക്രൂരനായത്. പക്ഷേ നമ്മൾ ബേബി ജോൺ സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ ബേബി ജോണിൽ വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആദ്യം തൊട്ടേ ക്രൂരനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ വന്നാൽ കൂടുതൽ ക്രൂരനാവുന്നത്, മീൻസ് എക്സ്ട്രീംലി ക്രൂരനാവുന്നത് മറ്റേ വരുൺദേവൻ മോനെ കൊല്ലുമ്പോഴാണ് എന്നുള്ളത് പടം കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. എനിക്കും അറിയാം അത് എന്താ പറഞ്ഞത്. പിന്നെ അത് ഞാൻ വലുത് പറയണില്ല. അപ്പോൾ വില്ലൻ പെർഫോമൻസ് വൈസ് രണ്ടുപേരുടെയും വില്ലത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ദാറ്റ് ഈസ് വേറൊന്നുമില്ല, നമ്മുടെ തെറിയിലെ വില്ലൻ്റെ മഹേന്ദ്രൻ എന്ന ആള് ചെയ്ത ആ തെറി സിനിമയിൽ ചെയ്ത വില്ലൻ ക്യാരക്ടർ തന്നെയാണ് അന്ന്. ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് തെറിയാണ്. തെറിയിലെ വില്ലൻ ക്യാരക്ടർ ചെയ്ത മഹേന്ദ്രൻ സാറിൻ്റെ ഇതാണ്. അതുകൊണ്ട് തെറി ഇഷ്ടപ്പെടാത്തവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത റൗണ്ട് റിവെഞ്ച് സംഭവങ്ങളാണ്. റിവെഞ്ച് സംഭവം ഒന്നും ഞാൻ പറയൂല, ക്ലൈമാക്സ് എന്നാണ് ഞാൻ പറയാൻ വന്നാൽ മാറിപ്പോയി. ക്ലൈമാക്സിൽ ക്ലൈമാക്സിൽ ഇയാളെ മറ്റേ ഏതോ ട്രെയിനിൽ മറ്റേ മൊട്ടരാജനും രാമരാജനും പിന്നെ പറ്റും എന്തിരിക്കുമ്പോൾ മറ്റേ ആൾക്കാർ തലക്കടിച്ചിട്ട് ഇവരെല്ലാവരെയും കൂടി കൊണ്ടുവരും ഒരു ഗാഡൗണല്ല ഒരു ബിൽഡിങ്ങിൽ. എന്നിട്ട് അടിയും. എന്നിട്ട് മറ്റേ വിജയിൻ്റെ മോൾ വന്നിട്ട് സോറി പറയും. അപ്പോൾ സോറി പറയുമെന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ദേഷ്യം കയറിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മറ്റേ അവൻ്റെ വില്ലൻ്റെ കൂടെ ഉണ്ടായിരുന്ന നടത്താൻ വന്നിട്ട് പുറത്തുനിന്ന് ദേഷ്യം കയറിയിട്ട് അവളെ തലിക്കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവന് ദേഷ്യം കയറിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് തുടങ്ങുകയാണ്. ഫൈറ്റ് കഴിയാറാകുമ്പോൾ മറ്റേ പോലീസുകാരൊക്കെ അവിടെ എത്തും. അപ്പോൾ ഈ മഹേന്ദ്രൻ വന്നിട്ട് നിന്നെ ആര് രക്ഷപ്പെടുത്തൂലടാ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കും. പക്ഷെ പോലീസുകാർ അവിടെ എത്തുമ്പോൾ മഹേന്ദ്രനെ തൂക്കിയിട്ട് പോയി, കൊന്നിട്ട് പോയി വിജയ് രക്ഷപ്പെട്ട്. എന്നിട്ട് ലാസ്റ്റ് വന്ന് പ്രഭുവിനോട് വന്ന് മീഡിയക്കാർ ചോദിക്കണം വിജയ് ജീവനോട്ടുണ്ടാവുന്നു. അപ്പോൾ അങ്ങേർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട്
അങ്ങേര് മറ്റേ ഓഫീസിലോട്ട് കയറും, മീൻസ് അങ്ങേരുടെ റൂമിലോട്ട് കയറുമ്പോൾ, മീൻസ് കമ്മീഷണറാണല്ലോ അതുകൊണ്ട് കയറുമ്പോൾ വിജയ് കുമാർ സുഖല്ലേ എന്നും പറഞ്ഞിട്ടാണ് പടം എന്ന് പറയുമ്പോൾ അങ്ങേര് ചിരിക്കുന്നു. അങ്ങനെയാണ് കാണിക്കണത്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേബി ജോണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടെയ്നറാണ്, മീൻസ് ഹാർബറിലാണ് ഫൈറ്റ് നടക്കണത്. മീൻസ് അതിനിടയിൽ ബഡ്ഡിയും എല്ലാം കയറി വന്നിട്ടുണ്ട്. ബഡ്ഡി സിനിമയും ബഗീര സിനിമയും കയറി വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ക്രോസ് ഓവർ വന്നിട്ട് ഒരു ഫൈറ്റ് ആയിരുന്നത്. മീൻസ് എന്നിട്ട് ലാസ്റ്റ് ആ പെണ്ണുങ്ങളൊക്കെ മീൻസ് ഇയാളാണെങ്കിൽ ഇയാളുടെ പണി എന്താണെന്ന് വെച്ചാൽ വേറൊരു പണിയുണ്ട്. പെണ്ണുങ്ങളൊക്കെ കണ്ടെയ്നറിൽ കയറ്റിയിട്ട് വന്ന് ഇത് വേറെ രാജ്യത്തേക്ക് വിൽക്കുക. അങ്ങനെ ഇന്ന് ഇയാൾക്ക് അത് മനസ്സിലായപ്പോൾ അങ്ങേരി ആ കണ്ടെയ്നറിലോട്ട് ഒറ്റ ചാട്ടം. എന്നിട്ട് ആ പെണ്ണുങ്ങളൊക്കെ രക്ഷിച്ച് എന്നിട്ട് വറന്താവൻ ജാക്കി ഷ്രോഫിനെ കൊല്ലുമെന്ന് വിചാരിച്ചപ്പോൾ ജാക്കി ഷ്രോഫിനെ പെണ്ണുങ്ങൾ കൊല്ലും. ഒരു ടൈപ്പ് മീൻസ് വുമൻ എംപവർമെൻ്റ് ആണ് ഉദ്ദേശിച്ചത്. പിന്നെ അങ്ങനെ വെച്ചിട്ടാണ് പടം തീരും എന്ന് വിചാരിപ്പിക്കുന്ന വിധത്തിൽ ആ സിനിമ അങ്ങനെ തീർത്ത് അവിടെ നിർത്തി. പിന്നെ ഒരു ഇതുണ്ട്. പിന്നെ പറയാനുള്ള എനിക്ക് ഇത് രണ്ടും മീൻസ് ക്ലൈമാക്സ് എന്നല്ല ഇതിന് പറയാം, പ്രീ ക്ലൈമാക്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രീ ക്ലൈമാക്സ് ഫൈറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടിലും വെച്ച് നോക്കുമ്പോൾ തെറി ഈസ് നൈസ് എന്നാണ് എനിക്ക് ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. വേറെ ഒന്നും വിചാരിക്കരുത്. രണ്ടും വെച്ച് നോക്കുമ്പോൾ തെറി ആണ് സൂപ്പർ എന്നാണ് എനിക്ക് പറയാനുള്ള. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയാം. ഇപ്പോഴും തെറി തന്നെയാണ് മുന്നിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം ഞാൻ എത്ര റൗണ്ട്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹീറോ പെർഫോമൻസ് പറഞ്ഞു, ഹീറോയിൻ പെർഫോമൻസ്, സെക്കൻഡ് ഹീറോയിൻ പെർഫോമൻസ്, വില്ലൻ പെർഫോമൻസ്, ഇൻ്റർവെൽ, ട്രാൻസ്ഫോർമേഷൻ, ക്ലൈമാക്സ് എന്നിവയെ മാത്രമേ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് മെയിൻ സോങ്സ് ആൻഡ് BGM. ഇപ്പം തെറിയുടെ കാര്യം പറയാനാണെങ്കിൽ മറ്റേ ജിത്ത് ജില്ലടി വെത്താക്കില്ലാണി നാടി അതൊക്കെ മീൻസ് ആ സിനിമയിലൊരു ആൽബം മീൻസ് സോങ്സാണ് ഉദ്ദേശിച്ചത്. സോങ്സ് വൈസ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത് JV പ്രകാശ് കുമാറായിരുന്നു. അത് അങ്ങേർക്ക് പറ്റണം എന്താണ് അത് അങ്ങേര് ചെയ്തിട്ടുണ്ട്. എനിക്ക് JV പ്രകാശ് കുമാറിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള BGMs എന്ന് പറയുന്നത് മീൻസ് കാരിയർ ബെസ്റ്റ് മ്യൂസിക് ആൽബംസ് എന്ന് തോന്നിച്ചത് ഒന്ന് അമരല്ല, പിന്നെ അസുരല്ല, പിന്നെ തെറിയില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. മീൻസ് അങ്ങേരുടെ ഒരു BGM ഉണ്ട്, ആ ഒരു BGM ഉണ്ട്. എന്താ പൊന്നോ, വിജയ്ക്ക് സെറ്റാണ് BGM. വിജയ് ഏത് പടത്തിൽ അഭിനയിച്ചാലും ഈ BGM എനിക്ക് ഓർമ്മ വരും. മീൻസ് അങ്ങേര് അഭിനയിച്ച പടങ്ങളിൽ കാരിയർ ബെസ്റ്റ് BGM ഉള്ള സിനിമ ഇതായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ബേബി ജോണിലോട്ട് വരികയാണെങ്കിൽ സോങ്സ് ആൻഡ് BGM ചെയ്തിരിക്കണത് തമനസാണ്. അറിയാമല്ലോ, നമ്മുടെ അഖണ്ഡ, പിന്നെ അലാവകണ്ട പുലിമുല്ലു, പിന്നെ ഗുണ്ടൂർ കാര്യം, അങ്ങനെ ഒരുപാട് പടങ്ങളൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മീൻസ് തെലുങ്കിലെ ഒരു കണ്ണിയാണ്, മീൻസ് വലിയൊരു മ്യൂസിക് കമ്പോസറാണെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങേരുടെ ഫസ്റ്റ് ഹിന്ദിയിൽ ആദ്യമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന പടമായിരുന്നു ഇത് എന്നാണ് പറയാനുള്ള. അങ്ങേർക്ക് പറ്റണം എന്താണോ അത് അങ്ങേര് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സോങ്സ് ആൻഡ് BGMs എന്ന് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തെറിയിലെയാണ്. അതുകൊണ്ട് തെറി ഇഷ്ടപ്പെട്ടവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്തത് നായകന് സഹായി, അഥവാ നായകൻ്റെ സഹായി ആയിട്ടുള്ള ആൾ. അതാ കോമഡി എന്താണെങ്കിലും പറയാം, കോമഡിയൻ റോൾ അങ്ങനെയാണെങ്കിൽ പറയാം എന്നാണ് ഉദ്ദേശിച്ചത്. അത് പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ തെറിയിൽ ആ റോൾ ചെയ്തിരുന്നത് മൊട്ടൈ രാജേന്ദ്രനായിരുന്നു. മീൻസ് നമ്മളിപ്പോൾ ഒരുപാട് പടത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ട്രീറ്റ് ലൈറ്റ്സിലും ഒരു ക്യാമിയോ വന്നിട്ട് പോയിരുന്നു.
മീൻസ് നമ്മുടെ മൂക്കട പടത്തിൽ എന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. മറ്റേ രാജേന്ദ്രനായിരുന്നു ആ റോള് തെറിയിൽ ചെയ്തത്, ഒന്നുകൂടി പറയാണ് മറ്റേ രാജേന്ദ്രനാണ്. എന്നാൽ ബേബി ജോണിൽ ആ റോൾ ചെയ്തത് രാജ്പാൽ യാദവാണ്. അതിൽ മീൻസ് തെറി സിനിമയിൽ മൊട്ട രാജേന്ദ്രനെ കാണിച്ചത് ഒരു സിമ്പിളായിട്ടുള്ള ഒരാൾ. മീൻസ് ഇമോഷനിലേക്ക് കോമഡി അങ്ങനെ മീൻസ് ഒരു കോമഡിയൻ റോൾ എന്ന് നമ്മൾ വിചാരിക്കാൻ എങ്ങനത്തെയാണോ അതുപോലെ എന്താണ് അവർ അദ്ദേഹം ചെയ്തു തരുന്നത്. എന്നാൽ ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിൽ കോമഡി വേണമോ കോമഡി ഉണ്ട്, ഇമോഷണൽ വേണമോ ഇമോഷണൽ വേണ്ട, അടി വേണമോ. ഒരു കോമഡിയൻ റോള് കോമഡി അല്ല, കോമഡി മാത്രം ചെയ്യുന്നു എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് ഷോക്ക് വരുന്ന വിധത്തിലാണ് അങ്ങേരമ്മ ഡിഫറൻസ് വരുത്തിയിട്ടാണ് ചെയ്തത്. മീൻസ് അങ്ങനൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതുകൊണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ സിനിമയിൽ. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് തെറിയിലെ ആ ഒരു ക്യാരക്ടറും മീൻസ് തെറിയിലെ മൊട്ട രാജേന്ദ്രൻ്റെ ക്യാരക്ടറും ബേബി ജോണിലെ രാജ്പാൽ യാദവിൻ്റെ ക്യാരക്ടറും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബേബി ജോണിലെ രാജ്പാൽ യാദവിൻ്റെ ക്യാരക്ടറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 10 റൗണ്ട് എന്തോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 10 റൗണ്ടാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഇതിലായിട്ട് ഞാൻ 10 റൗണ്ട്സ് ഇപ്പോൾ പറഞ്ഞു ആണ് പറഞ്ഞിരിക്കുന്നത്. 10 റൗണ്ട്സാണ് ഇതിലായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത റൗണ്ടിലോട്ട് കിടക്കാം. മീൻസ് 11th റൗണ്ട്. ഒന്നുമില്ലടേ, 2 പടത്തിലും ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. മീൻസ് തെറി എന്ന സിനിമയിൽ ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്, ഇതിലും ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്. രണ്ടിലും അവിടുത്തെ SI ആയിരിക്കുന്ന ഒരാൾ, മീൻസ് തെറിയിൽ ഫസ്റ്റ് പറയാം, തെറിയിൽ SI ആയിട്ടുള്ള ഒരാൾ നിങ്ങൾ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ന് പറയുമ്പോൾ മറ്റേ വിജയ് ഒരു മലയാളത്തിൽ ഒരു സിമ്പിളായിട്ട് മലയാളത്തിലൊരു ഡയലോഗ് അടിക്കും. മീൻസ് അയ്യോ സാറേ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, എൻ്റെ പേര് ജോസഫ് കുളൂരുള്ള, ഞാൻ ഇവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിക്കും. അതുപോലെ ബേബി ജോണിലും വരുൺ ധാവൻ്റെ അടുത്ത് മറ്റേ മുകേഷ് ഋഷി ആട്ടാ ഇതിൽ SI റോൾ, അതിൽ തെറിയില SI റോൾ ചെയ്ത ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, സോറി. ഇതിൽ മുകേഷ് ഋഷിയാണ് SI റോൾ ചെയ്തിരുന്നത്. അപ്പോൾ മുകേഷ് ഋഷി വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എവിടെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ പറന്ത വന്നിട്ട് അയ്യോ സാറി, നിങ്ങൾ വിചാരിക്കണ ആളല്ല, എൻ്റെ പേര് ജോൺ ഡി സിൽവ, ഞാൻ ഇവിടെ താമസിക്കുന്നു, എൻ്റെ അപ്പൻ എന്തോ ഡി സിൽവയാണ്, ഞാൻ മറന്നു കേട്ടോ, ഡേവിഡ് ഡി സിൽവ എന്ന് അങ്ങനെ എന്തൊരുവാണ്, ഞാൻ മറന്നുപോയി, ജോൺ ഡി മറന്നുപോയി, സോറി ഗൈസ്. ഓക്കെ, അങ്ങനെ എന്തോ ഡയലോഗ് പറയും. അപ്പോൾ എന്നിട്ട് മീൻസ് 2 പടത്തിലും മീൻസ് ഇപ്പോൾ തെറിയിലാണെങ്കിൽ അങ്ങേര് മലയാളം പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങേര് മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് വിജയ് കുമാർ അങ്ങേര് അങ്ങോട്ട് നോക്കുമ്പോൾ അല്ല നിങ്ങളെ വിളിച്ചല്ല, കോൺസ്റ്റബിൾ വിളിച്ചാണ്, എടോ വിജയ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് പോകും. മനസ്സിലാകുമ്പോൾ വിജയ് പോകും. എന്നിട്ട് മറ്റേ ചേച്ചൻ ഷോക്കാവും. അങ്ങനെ ഒരു സീനുണ്ട്. ഇപ്പോൾ ആ സീൻ ഇപ്പോൾ ബേബി ജോണിൽ നോക്കുമ്പോൾ ബേബി ജോണിൽ അങ്ങനെ മലയാളം പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും മുകേഷ് ഋഷി സത്യവർമ്മ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ അങ്ങേര് പറയും ഞാൻ കോൺസ്റ്റബിളെ വിളിച്ചാൽ എടാ വാടോ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്നെ മനസ്സിലായി എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ഒന്നുമില്ല വരുൺ ധാവൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഫാമിലിക്ക് അത് ഷോക്കായി. ഇയാൾ എന്നോട് മലയാളം അറിയില്ല എന്നല്ലേ പറഞ്ഞത്, അത് മലയാളം പറയുന്നുണ്ടല്ലേ എന്ന് ഇതിൽ നോക്കുന്നൊരു സീനുണ്ട്. പക്ഷെ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ബേബി ജോണിലെ വരുൺ ധാവൻ മലയാളം പറഞ്ഞാണ്. കാരണം എനിക്ക് തെറിയിൽ മീൻസ് വിജയ് മലയാളം പറഞ്ഞത് എനിക്ക് തൃപ്തി വന്നിരുന്നു. എന്നാലും
ഒരുപാട് എന്താണ് ഞാൻ പറയാ, എന്താ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ച കണക്കാണ് ഫീൽ ചെയ്തത്. എന്ന് ഇതിൽ അങ്ങേര് എനിക്ക് പറ്റണം എന്താണ് അത് ചെയ്യും അത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് വന്നതായിട്ട് ഫീൽ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ബേബി ജോണുള്ള ബേബി ജോണിൽ നായകൻ പറയുന്ന മലയാളമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇനി ലാസ്റ്റ് റൗണ്ട് ദ പോസ്റ്റ് ക്രെഡിറ്റ്സ് മീൻസ് അഥവാ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. മീൻസ് ഇപ്പം തെറിയുടെ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ തെറിയുടെ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ ഇവർ കാശ്മീരിൽ താമസിക്കുന്നു. അപ്പോൾ ഈ കൊച്ചുമായിട്ട് കൊച്ചിനെ ഫ്രണ്ടിലെത്തിയിട്ട് ഇങ്ങനെ മൊട്ടത്തലയ്ക്ക് അടിച്ചിട്ട് മീൻസ് നമ്മുടെ വിജയ് മൊട്ടത്തല അടിക്കും മൊട്ട ബോസ് എന്നൊക്കെ പറഞ്ഞ കണക്ക് മൊട്ട അടിച്ചിട്ട് ബുള്ളറ്റ് ഓടിച്ച് അയാളുടെ ഷോപ്പിലോട്ട് എത്തണം. അപ്പോൾ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് അടുത്ത മിഷനുണ്ട് ബേബി നമുക്ക് പോയാലാ എന്ന് കഴിയുമ്പോൾ പോവാം. അപ്പോൾ അങ്ങനെ ചെയ്തിരിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. അതാണ് എ ഫിലിം ബൈ അറ്റ്ലി എന്ന് പറഞ്ഞിട്ട് പടം അവസാനിക്കുകയാണ്. എന്നാൽ ബേബി ജോൺ എങ്ങനെയാന്ന് പോസ്റ്റ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയെന്ന് പറയട്ടെ ഒരു മിനിറ്റ്. വറുന്ധാവനെയും എന്താണ് വാമികേനെയും രാജ്പൽ യാദവിനെ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ട് പോകും. അവിടെയാണെങ്കിൽ ലേലമാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കടെ ബോലാശങ്കർ കാപ്പി അടിച്ച സീനാണ്. മീൻസ് അവിടെ പാവപ്പെട്ട പെണ്ണുങ്ങളല്ല വേറെ രാജ്യത്തോട്ട് വിൽക്കല്, രാജ്യത്തുള്ള ആൾക്കാർക്ക് വിൽക്കല് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിടയിൽ വന്നിട്ട് പ്രഭുവിന് പകരം വന്നത് സാഹ ഒരു പോലീസുകാരൻ കണ്ട്. അത് വേറെ കാര്യം. അയാളൊരു നെഗറ്റീവാണ് ഈ പടത്തിൽ, മീൻസ് ബേബി ജോൺ സിനിമയിൽ. അങ്ങേര് പറയും അയ്യോ നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റിംഗ് നിർത്തി വെച്ചതേ ഈ തണ്ടികളാണ്, ഇവന്മാർക്കൊരു ബാപ്പുണ്ട് അയാളെയും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സായിപ്പാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ അങ്ങേര് വന്നിട്ട് പറയും ഗെറ്റൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ആൾക്കാർ വന്നിട്ട് അയാളെ മീൻസ് അങ്ങേരെ ഒരാളെ മീൻസ് ക്യാമിയോ ചെയ്തിരിക്കുന്ന ആളെ ഇതിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്തിനോ പറയും. എന്നിട്ട് അയാളുടെ ആൾക്കാർ മീൻസ് സായിപ്പിൻ്റെ ആൾക്കാർ 2 അടി അടിക്കും. എന്നിട്ട് 3ാമത്തെ അടി അടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ അടിക്കും. നമ്മൾ ചില പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തലയും കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ തല പോകണത് മീൻസ് ഫ്രണ്ടിലുള്ള ആളുണ്ട്. അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചിട്ട് ഫൈറ്റ് തുടങ്ങുന്നതിനിടയിൽ അയാൾ കെട്ടിയിരുന്ന കയറൊക്കെ മുറിച്ച് ഫൈറ്റ് നടത്തിയതിന് ശേഷം ആദ്യം ഈ ഒരു സൈഡ് മീൻസ് ചാക്ക് കൊണ്ടുള്ള കവറായിട്ട്. അപ്പോൾ ഇങ്ങനെ ചാക്കിൻ്റെ കണ്ണിൻ്റെ സൈഡ് ഇങ്ങനെ മുറിയും. പക്ഷെ കണ്ണിൻ്റെ ഒന്നും പറ്റില്ല, അത് വേറെ കാര്യം. മീൻസ് ലോജിക്കും ഗ്രാഫിക്കും നോക്കരുത് ഒരു പടത്തിലും. അപ്പോൾ എന്നിട്ട് അത് മുറിഞ്ഞ് കഴിയുമ്പോൾ ആളെ കണ്ണ് കാണും. അപ്പോൾ നമുക്ക് ഇത് എവിടെയോ നമ്മൾ കണ്ട പോലെ ഉണ്ടല്ലോ. എന്നിട്ട് അത് ചെയ്തവനെ അടിച്ചപ്പോൾ അതിൽ മാസ്ക് ഇങ്ങനെ ഒരു ചൂളം അടിക്കും അങ്ങേരി വേറെന്തായവൻ. അപ്പോൾ അങ്ങേരി മാസ്ക് മീൻസ് കവർ മാറ്റുമ്പോഴാണ് മനസ്സിലായത് സല്ലൂബായി നിങ്ങളെന്താണ് ഇവിടെ എന്ന്, നിങ്ങൾ വേറെ ലെവല എന്ന് പറയിപ്പിക്കുന്ന ഒരു സംഭവം കാണിച്ച്. എന്നിട്ട് ആ സായിപ്പിനോട് അങ്ങനോട് അപ്പോൾ കാണിക്കുക ഏജൻറ്റ് ബൈജാന്ന്. മീൻസ് അറ്റിലയുടെ അടുത്ത പടത്തിൽ സൽമാൻ ഖാനാണല്ലേ, അതിന് അനൗൺസ്മെൻറ്റ് ഈ പടത്തിലാണ് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. പറയാൻ മറന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പറയാൻ മറന്നത് ഞാൻ പറയാമെന്നാണ് ഉദ്ദേശിച്ചത്. പറയാൻ മറന്നുപോയത് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് ഇയാൾ ബൈജാനാണ്, ഇവർ ബൈജാൻ, ഇവർ നമ്മൾക്കെല്ലാവർക്കും ജാനാണ്. എന്നാൽ ഞാൻ ചീത്തക്കാർക്ക് ഇവൻ ഷെയ്ത്താനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വറുന്തേവൻ സായിപ്പിനെ കുത്തും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ചളി കളിക്കും. ഒന്നുമില്ലടേ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി പൊങ്കൽ, ഹാപ്പി ഓണം, ഹാപ്പി മഹാശിവരാത്രി, ഹാപ്പി സംക്രാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് പടം അവസാനിപ്പിക്കുന്നത്. പക്ഷെ രണ്ടിൻ്റെ ബോസ് ക്രെഡിറ്റ് സീൻ വെച്ച് നോക്കുമ്പോൾ
ഐ ലവ് തെറി എന്നാണ് പറയാനുള്ളത്. രണ്ടിലും ഇഷ്ടപ്പെട്ടു, പക്ഷേ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് എനിക്ക് തെറിയാണ് എനിക്ക് പോസ്റ്റ് ക്രെഡിറ്റ്സ് രണ്ട് ഫീൽ ചെയ്തത്. കാരണം രണ്ടിലും സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പടം അവസാനിപ്പിക്കുന്നത്. എന്നാലും രണ്ടും വെച്ച് നോക്കുമ്പോൾ തെറി സൂപ്പർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ മറന്നുപോയി, പടത്തിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ കാര്യം. മീൻസ് തെറി ഡയറക്റ്റ് ചെയ്തത് അറ്റ്ലിയും ബേബി ജോൺ ഡയറക്റ്റ് ചെയ്തത് ടി എന്ന ജീവയുടെ ഒരു മലങ്കളിട്ട് പടമുണ്ട്. മീൻസ് GP എന്ന പടത്തിൽ വില്ലൻ, അത് വേറെ കാര്യം. ആ പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള കലീസാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. പിന്നെ തെറി പ്രൊഡ്യൂസ് ചെയ്ത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ബേബി ജോൺ പ്രൊഡ്യൂസ് ചെയ്തത് ജ്യോതി ദേശ്പാണ്ഡെയും ജിയോ സ്റ്റുഡിയോസിൽ ഒരു പിന്നെ ആപ്പിൾ സ്റ്റുഡിയോസ്, അഥവാ നമ്മുടെ അറ്റ്ലയുടെ ഫസ്റ്റ് പ്രൊഡ്യൂസിങ് പടം എന്താണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അറ്റ്ലി പടം എന്ന നിലയിൽ അറ്റ്ലി പടം പോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബേബി ജോൺ. എന്നാൽ വിജയിൻ്റെ അത്ര ഉണ്ടായില്ല. വിജയ് പടത്തിൻ്റെ റീമേക്ക് എന്ന നിലയിൽ കണ്ടോക്കെ, അല്ലാതെ വിജയിൻ്റെ അത്രയൊന്നും വന്നിട്ടില്ല. പറയാൻ മറന്നു. ഈ റീമേക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ തെറിയെന്ന് പറയും. എന്നാൽ റീമേക്ക് എന്ന നിലയിൽ ബേബി ജോൺ ഇസ് സൂപ്പർ പക്ഷെ അതിലായിട്ടും നല്ലൊരു സിനിമയാണ് തെറി എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ വന്ന ഒരുപാട് ദൈർഘ്യം വന്ന് ഒരു വീഡിയോ ആയിട്ട്, മീൻസ് എൻ്റെ കാരിയറിൽ ഇത്രയും ദൈർഘ്യം വന്നൊരു വീഡിയോ എൻ്റെ ജീവിതത്തിന് ഞാൻ ചെയ്തിട്ടില്ല. അതും ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കുള്ള അവാർഡ് ഞാൻ തന്നിരിക്കുന്നു. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഒരു ലൈവ് വരും, പറ്റുകയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഒരു ലൈവ് വരും. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിൽ കയറാം. ഒന്നുമില്ലടേ, നമ്മൾ മറ്റേ തമിഴന്മാരുടെ ഒരു ട്രോൾ ചാനലുണ്ട്, ട്രോൾ യൂട്യൂബ് ചാനലുണ്ട് കൊസത്തിൽ, അവർ ചെയ്യണ കണക്കും. പിന്നെ നമ്മുടെ മലയാളികളിൽ ഒരു ഹോസ്റ്റ് ഇതുണ്ട്, ഫ്ലിക്സ് ആൻഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അവർ ചെയ്യുന്ന പോലെ നമ്മൾ ഒരു അവാർഡ്സ് പരിപാടി ചെയ്യുന്നുണ്ട്. എന്തായാലും ലൈവായിട്ട് ചെയ്യാം. എന്തായാലും ചിലതിൽ ഊക്കലും ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഊക്കൽ പരിപാടി ഇഷ്ടമുള്ളവരാരെങ്കിലും ആണെങ്കിൽ ഇരുന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടു നോക്കി ചിരിക്കുക. ഇല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ലൈക്ക് ചാറ്റിൽ കമൻറ്റ് ചെയ്യുക ഉള്ളതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ.